ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളറിയാതെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുടെയും ഫീലിങ്സ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്. 4 ഓഫ് സോർട്സ്. നിങ്ങളറിയാതെ എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏസ് ഓഫ് സോർട്സ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് നോക്കാം. 6 ഓഫ് സോർട്സ്. നെക്സ്റ്റ് എന്ത് എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ്. എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ക്യൂൻ ഓഫ് കപ്സ്. എന്താണ് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ്. 2 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ഹാർട്ട് ബ്രേക്കിംഗ് വന്നിട്ടുണ്ട്. നമുക്കെപ്പോഴും അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ആകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് അവരാണ് എല്ലാം നിങ്ങൾ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങളുടെ സമയവും എനർജിയും സ്നേഹവും ഒക്കെ. എന്നാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വീണ്ടും 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 തിരിച്ചടികളും ബാക്ക് സ്റ്റാബും ചതിയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഒരു ഹാർട്ട് ബ്രേക്കിങ്ങിൽ പോയി. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. ആ വ്യക്തിയെ വിടാനും കഴിയുന്നില്ല, സ്നേഹിക്കാനും കഴിയുന്നില്ല, അവരോടൊപ്പം മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയുന്നില്ല, പ്രസൻറ്റിലിരിക്കാൻ കഴിയുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. ശരിക്കും ഒരു ബന്ധനം തന്നെയാണ്. നിങ്ങൾ അതുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ച് ശരിക്കും ഒന്നിൽ ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെ ഒരു സ്റ്റക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതായത് നമ്മുടെ ആ ചിന്തകൾ തന്നെ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അത്രയും സ്നേഹിച്ചെല്ലാം ചെയ്തിട്ട് എനിക്കൊരു പ്രയോറിറ്റി തന്നില്ലല്ലോ, എന്നോടിങ്ങനെ ചെയ്തല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ ചിന്തിച്ച് നിങ്ങൾ ഒരുപാട് വറി ചെയ്ത് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളിപ്പം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം. വളരെ ഹാപ്പി ആയിട്ട് പ്രസൻറ്റിൽ ഇരിക്കാൻ കഴിയണം. അതെല്ലാം മറന്നിട്ട് ഒരു ന്യൂ ബിഗിനിങ്സ് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങളറിയാതെ നിങ്ങളുടെ ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ന്യൂ സ്റ്റാർട്ട് വരുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു ന്യൂ സ്റ്റാർട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടാവും. ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾക്കുള്ളിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് വന്ന് ഒരു അകൽച്ചയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അവരും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ജോബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തുടങ്ങാനുള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് മണി വരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്താൽ അങ്ങനെയും നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുമെന്നാണ് കാണുന്നത്. സോ നിങ്ങളിങ്ങനെ അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയായിട്ട് ഏൺ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവുകയും അത് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് സ്റ്റേബിൾ ആക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന ഏസ് ഓഫ് സോർട്സ് ആണ്. ഇതുവരെ എന്ത് പ്രശ്നം, എന്ത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം വിട്ടിട്ട് പുതിയൊരു തുടക്കം, എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു പിന്തുണയും ആയി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങൾ കുറേ കൺഫ്യൂഷനുണ്ട് ആ വ്യക്തിയെക്കുറിച്ചും ഈ ബന്ധത്തെക്കുറിച്ചും. അങ്ങനെ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷനും ഡൗട്ടും ഉണ്ട്. സോ അതിനെല്ലാം ഒരു ക്ലാരിറ്റി വേണം. അതെല്ലാം അവർ തുറന്നു പറയണം എന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ ഒരു കാര്യങ്ങളും തുറന്നു പറയാത്ത വ്യക്തിയായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. കാരണം ഇങ്ങനെ നമ്മുടെ മൈൻഡിൽ കൺഫ്യൂഷൻ ഇരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ കുറേ ചിന്തിച്ചു കൂട്ടും. അതുകൊണ്ട് തന്നെ കുറേ കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തത കിട്ടണം. എനിക്കെല്ലാം മനസ്സിലാക്കണം ആ വ്യക്തിയെക്കുറിച്ചും. ആ വ്യക്തി നിങ്ങളോട് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു ക്ലാരിറ്റി വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 6 ഓഫ് സോർട്സ് ആണ്. അവരാഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ആൾറെഡി കുറേ പ്രശ്നങ്ങളും ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ഒക്കെ നടന്നതുകൊണ്ട് അതെല്ലാം നിങ്ങളെ മറക്കണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതെല്ലാം മറന്നിട്ട് ഒരു ന്യൂ ചാപ്റ്റർ, ഇവിടെ ഏസും പറയുന്ന ഒരു ന്യൂ ചാപ്റ്ററാണ്, പുതിയൊരു സ്റ്റാർട്ട് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ അങ്ങനെയുള്ള മൈൻഡ് നിങ്ങൾക്ക് വന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്ത് എനർജിയാണ് നിങ്ങളുടെ ബന്ധത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവരുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളിൽ അവരുടെ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റിയും അറ്റൻഷനും ഒന്നും അവർ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. അതുമാത്രമല്ല അവരുടെ മൈൻഡിലും
നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ ചെറുതായിട്ട്, അതായത് ഒരു ഏറ്റവും അവസാനം പോലെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം മൊത്തത്തിൽ അവർ നിങ്ങളെ ഒരു ആവശ്യത്തിന് വച്ചിരിക്കുന്നത് പോലെ യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് വേണ്ട ഒരിടത്തും നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഇത്രയും ദിവസം നിങ്ങൾ എപ്പോഴും ഒരു ഗീവിങ് നേച്ചർ ആയിരിക്കും നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഇനി നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ എല്ലാം നിങ്ങളെ കൺട്രോൾ ചെയ്യാനും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനും നിങ്ങളെ സ്നേഹിക്കാനും പഠിക്കും. ആ ഒരു മാറ്റം നിങ്ങളിൽ വരും എന്നാണ് കാണുന്നത്. നിങ്ങളെ തന്നെ സ്നേഹിക്കാനും സെൽഫ് ലവ് ചെയ്യാനും പഠിക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം കുറച്ച് പേര്, ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേജിലെത്തും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിച്ച് നിങ്ങൾക്കുള്ളിൽ തന്നെ സന്തോഷം കണ്ടെത്തി നിങ്ങളുടെ ലൈഫ് സ്റ്റേബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തുമെന്നാണ് കാണുന്നത്. ക്വീൻ ഓഫ് കപ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ സ്നേഹിക്കുമ്പോൾ എല്ലാം മറന്ന് സ്നേഹിക്കും. ഒരു അമ്മയെ പോലെ, അതായത് നിങ്ങൾ ദൈവത്തെ പോലെ മറക്കും വേണമെങ്കിൽ. കാരണം അത്രയ്ക്ക് നിങ്ങൾക്ക് സ്നേഹമാണ്. അവരാണ് എല്ലാം, അവരില്ലാതെ പറ്റില്ല. അങ്ങനെ ഒരു എനർജിയിൽ നിങ്ങൾ അത്രയും നിന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരത് ഒരു അഡ്വാൻറ്റേജ് എടുത്ത് നിങ്ങളെ എന്ത് വേണമെങ്കിലും ആവാം, നിങ്ങളെ പറ്റിക്കാം. അങ്ങനെ ഒരു എനർജിയിൽ നിന്നെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ വാല്യൂ, അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തുറന്ന് സംസാരിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന എനർജിയിൽ നിങ്ങളെത്തും. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്കും വന്നിരിക്കുന്നത് 2 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളിങ്ങനെ രണ്ട് സിറ്റുവേഷൻസിനെയും പിടിച്ചു വെച്ച്, അതായത് നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സൈഡിലൂടെ നിങ്ങൾ അത് ആഗ്രഹിക്കുമ്പോൾ ഒരു സൈഡിലൂടെ ഈ റിലേഷൻഷിപ്പിനും ആ വ്യക്തിയെയും ഒരു സൈഡിലൂടെ നിങ്ങളിങ്ങനെ ചേസ് ചെയ്തും കൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ട് കാരണം അതിനെയാണ് കുറിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നിങ്ങൾ അവിടെ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അവരെ തന്നെ പിടിച്ചു വെച്ച് ഇങ്ങനെ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് ഒന്ന് പുറത്തു വരൂ. അങ്ങനെ പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, പുതിയ ന്യൂ ബിഗിനിങ്സ് വരും. ആ ഒരു എനർജിയിൽ വരുമ്പോൾ ആ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് മാറി വരും. കുറച്ച് പേർക്കൊക്കെ പുതിയൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നെ നിങ്ങൾ ആ ഒരു രണ്ട് സിറ്റുവേഷൻസും വിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തി തന്നെ വന്ന് നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. സോ അതുമാത്രമല്ല, ആ വ്യക്തിക്കും കുറച്ച് പേർക്ക് നിങ്ങൾ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. കുറച്ച് പേർക്ക് ആ വ്യക്തിക്ക് ഒരു രണ്ട് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ രണ്ട് പ്രയോറിറ്റി, ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടെന്നാണ് കാണുന്നത്. അതാണ് നിങ്ങളുടെ ബന്ധത്തിൽ മൊത്തം ഇത്രയും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കാരണമായിരിക്കുന്നത്. അദ്ദേഹം മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പത്തിലാണ്. അയാൾ ഒരു തീരുമാനം എടുക്കുന്നില്ല. ഈ രണ്ടിനെയും കൂടെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഒന്നിലും സക്സസ് ആവുന്നില്ല. അതും ശരിയാകുന്നില്ല, ഇതും ശരിയാകുന്ന ആ ഒരു അവസ്ഥ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിവിടെ സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾക്ക് എന്താണോ ഇനി ഫ്യൂച്ചറിൽ വേണ്ടതെന്ന് പറഞ്ഞ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തിരിച്ചു വരുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.